Hi friends, Exam Selective Series ചാനലിലേക്ക് സ്വാഗതം. സാനിറ്ററി കെമിസ്ട്രി എക്സാം ടോപ്പിക് വൈസ് പ്ലസ് MCQ ക്ലാസ് കൊളോയിഡ്സ് പാർട്ട് 2. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വിവിധ മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കൊളോയിഡ്സ് എന്ന ടോപ്പിക്കിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടോപ്പിക്കിന്റെ പാർട്ട് 1 ക്ലാസ് ഓൾറെഡി ചെയ്തതാണ്. ആ ക്ലാസ്സിൽ സ്പെഷ്യൽ നോട്ട്സും MCQ ക്വസ്റ്റ്യൻസും ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആ ക്ലാസ് പോയി കാണുക. അതുപോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാനിറ്ററി കെമിസ്ട്രി എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ഉള്ള ക്ലാസ് തരുന്നതാണ്, വോയിസ് ഉള്ള ക്ലാസ്. ചില ക്ലാസ്സുകൾ നമ്മൾ വോയിസ് ഇല്ലാതെയാണ് എടുക്കുന്നത്, അപ്പോൾ നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള സിമ്പിൾ ടോപ്പിക്സ് നമ്മൾ സൗണ്ട് ഇല്ലാതെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആ ക്ലാസ്സൊക്കെ കണ്ട് പഠിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സെൻട്രിഫ്യൂഗേഷൻ എന്ന ടോപ്പിക്കിൻ്റെ ഒരു ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ. അത് സൗണ്ട് ഇല്ലാതെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തായാലും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉള്ള ക്ലാസ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഫ്രഷ്ലി പ്രിപ്പയർഡ് precipitate സംടൈംസ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു കൊളോയിഡൽ സൊല്യൂഷൻസ് ബൈ. ചോദ്യം ഇങ്ങനെയാണ്, ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന precipitate ചില സമയത്ത് കൊളോയിഡൽ സൊല്യൂഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഫ്രഷ്ലി പ്രിപ്പയർഡ് precipitate കൊളോയിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ കൊയാഗുലേഷൻ, ഓപ്ഷൻ ബി ഇലക്ട്രോലൈസിസ്, ഓപ്ഷൻ സി ഡിഫ്യൂഷൻ, ഓപ്ഷൻ ഡി പെപ്റ്റൈസേഷൻ. ഫ്രഷ്ലി പ്രിപ്പയർഡ് precipitate സംടൈംസ് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു കൊളോയിഡൽ സൊല്യൂഷൻസ് ബൈ. ആൻസർ: പെപ്റ്റൈസേഷൻ. Freshly prepared precipitate sometimes gets converted to colloidal solutions by peptization. Extra points നോക്കാം. Peptization may be defined as the process of converting a precipitate into colloidal solution by shaking it with dispersion medium in the presence of a small amount of electrolyte. The electrolyte used for this purpose is called peptizing agent. This method is applied generally to convert a freshly prepared precipitate into a colloidal salt. അടുത്ത ചോദ്യം, അറ്റ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോപ്പ് ഇൻ വാട്ടർ സോപ്പ് ബിഹേവ്സ് അസ്. ചോദ്യം ഇങ്ങനെയാണ്, ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സോപ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? അറ്റ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോപ്പ് ഇൻ വാട്ടർ, വാട്ടറിൽ സോപ്പിന്റെ കോൺസെൻട്രേഷൻ ഹൈ ആവുമ്പോൾ സോപ്പ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ മോളിക്കുലാർ കൊളോയിഡ്, ഓപ്ഷൻ ബി അസോസിയേറ്റഡ് കൊളോയിഡ്, ഓപ്ഷൻ സി മാക്രോമോളിക്കുലാർ കൊളോയിഡ്, ഓപ്ഷൻ ഡി ലയോഫിലിക് കൊളോയിഡ്. At high concentration of soap in water, soap behaves as. Answer: associated colloid. At high concentration of soap in water, soap behaves as associated colloid. Extra points നോക്കാം. There are some substances which at low concentrations behave as normal strong electrolytes, but at higher concentrations exhibit colloidal behavior due to formation of aggregates. The aggregated particles thus formed are called micelles or associated colloids. The formation of micelles take place only above a particular temperature called Kraft temperature, represented as Tk, and above a particular concentration called critical micelle concentration (CMC). On dilution, these colloids revert back to individual ions. Highlight ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ശ്രദ്ധയോടെ പഠിക്കുക. പ്രീവിയസ് ചോദ്യപേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, ലയോഫിലിക് സോൾട്സ് ആർ ഓൾസോ കോൾഡ് റിവേഴ്സിബിൾ കൊളോയിഡ്സ് ബിക്കോസ്. ലയോഫിലിക് സോൾട്സിന് റിവേഴ്സിബിൾ കൊളോയിഡ്സ് എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ദേ ക്യാൻ ബി റിഫോംഡ് ബൈ മിക്സിംഗ് റെസിഡ്യൂ dispersed phase in dispersion medium even after drying. Option B, they can be easily precipitated from the colloidal system. Option C, once formed, the dispersion medium and dispersed phase cannot be separated. Option D, special reversible reactions are used to prepare them. Lyophilic salts are called reversible colloids because. Answer: they can be reformed by mixing residue dispersed phase in dispersion medium even after drying. Lyophilic salts are also called reversible colloids because they can be reformed by mixing residue dispersed phase in dispersion medium even after drying. Question ശ്രദ്ധിക്കുക, ലയോഫിലിക് സോൾട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലയോഫിലിക് സോൾട്സ് പോലെ തന്നെ ലയോഫോബിക് സോൾട്സും ഉണ്ട്. ലയോഫിലിക് സോൾട്സിനെ പറ്റിയും ലയോഫോബിക് സോൾട്സിനെ പറ്റിയും നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ സ്പെഷ്യൽ നോട്ട്സിൽ പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ആൻസർ ചെയ്യാൻ. ചോദ്യത്തിൽ ലയോഫിലിക് സോൾട്സ് ആണോ ലയോഫോബിക് സോൾട്സ് ആണോ എന്ന് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ലയോഫിലിക് കൊളോയിഡ്സിന്റെ പോയിന്റ്സ് നോക്കാം. ലയോഫിലിക് കൊളോയിഡ്സ്
Solvent attracting. The word lyophilic means a liquid loving. Lyophilic colloid. Colloidal salts directly formed by mixing substances like gum, gelatin, starch, rubber, etc. with a suitable liquid, the dispersion medium. An important characteristic of these salts is that if the dispersion medium is separated from the dispersed phase, say by evaporation, that means example evaporation, the salt can be reconstituted by simply remixing with the dispersion medium. That is why these salts are called reversible salts. അടുത്ത ചോദ്യം, which of the following factors contribute towards higher stability of lyophilic colloid? ഇവിടുത്തെ ചോദ്യം ഇങ്ങനെയാണ്, ലയോഫിലിക് കൊളോയിഡിന് ഹയർ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ചാർജ് ഓൺ ദെയർ പാർട്ടിക്കിൾസ്, ഓപ്ഷൻ ബി അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, ഓപ്ഷൻ സി സ്മോൾ സൈസ് ഓഫ് ദെയർ പാർട്ടിക്കിൾസ്, ഓപ്ഷൻ ഡി ഹൈ സോൾവേഷൻ ഡ്യൂ ടു എ ലെയർ ഓഫ് ഡിസ്പേർഷൻ മീഡിയം. Which of the following factors contribute towards higher stability of lyophilic colloid? Answer: high solvation due to a layer of dispersion medium. The factor that contribute higher stability of lyophilic colloid, high solvation due to a layer of dispersion medium. അടുത്ത ചോദ്യം, a lyophobic colloid cannot be formed by options: option A mixing dispersed phase and dispersion medium, option B chemical reactions like hydrolysis, option C exchange of solvent, option D peptidization. A lyophobic colloid cannot be formed by. Answer: mixing dispersed phase and dispersion medium. പ്രശ്നം ശ്രദ്ധിക്കുക, ലയോഫോബിക് കൊളോയിഡിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എ ലയോഫോബിക് കൊളോയിഡ് cannot be formed by mixing dispersed phase and dispersion medium. ലയോഫോബിക് കൊളോയിഡ്സിന്റെ എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. ലയോഫോബിക് കൊളോയിഡ്സ് solvent repelling. Lyophobic means liquid hating. Substances like metals, their sulfides, etc., when simply mixed with the dispersion medium, do not form the colloidal salt. Their colloidal salts can be prepared only by special method. These salts are readily precipitated or coagulated on the addition of small amounts of electrolyte by heating or by shaking, and hence are not stable. Further, once precipitated, they do not give back the colloidal salt by a simple addition of the dispersion medium. Hence, these salts are also called irreversible salts. Lyophobic salts need stabilizing agents for their preservation. Lyophobic colloids cannot be easily prepared. Substances like metals, their sulfides, etc., when simply mixed with the dispersion medium, do not form the colloidal salt. Their colloidal salts can be prepared only by special methods. Lyophobic colloids cannot be easily prepared. Next, lyophobic colloids are unstable. These salts are readily precipitated or coagulated on the addition of small amounts of electrolytes by heating or by shaking, and hence are not stable. It means lyophobic colloids are unstable. Next, lyophobic colloids are irreversible. Once precipitated, they do not give back the colloidal salt by simple addition of the dispersion medium. Hence, these salts are also called irreversible salts. It means lyophobic colloids are irreversible. Lyophobic salt needs stabilizing agent for their preservation. അടുത്ത ചോദ്യം, soap mixed with water below critical micelle concentration behave as. Options: option A associated colloid, option B macromolecular colloid, option C normal electrolytic solution, option D multimolecular colloid. Soap mixed with water below critical micelle concentration behave as. Answer: normal electrolytic solution. Soap mixed with water below critical micelle concentration behave as normal electrolytic solution. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരുന്നത്? സോപ്പ് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ ബിഹേവ് as. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? സോപ്പ് മിക്സ്ഡ് വിത്ത് വാട്ടർ ബിലോ ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ ബിഹേവ് as. രണ്ട് ഉത്തരങ്ങൾ വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. There are some substances, example soaps and synthetic detergents, which at low concentration behave as normal strong electrolytes, but at higher concentration exhibit colloidal behavior due to the formation of aggregates. The aggregate particles thus formed are called micelles. These are also known as associated colloids. ഇവിടുത്തെ ചോദ്യം എന്താണ്? സോപ്പ് മിക്സ്ഡ് വിത്ത് വാട്ടർ ബിലോ ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ ബിഹേവ് as നോർമൽ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. തൊട്ട് മുന്നേ നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു സോപ്പിന്റെ. സോപ്പ് മിക്സ്ഡ് വിത്ത് വാട്ടർ അറ്റ് ഹൈ കോൺസെൻട്രേഷൻ ബിഹേവ്. ഹൈ കോൺസെൻട്രേഷനിൽ സോപ്പ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് സോപ്പ് മിക്സ്ഡ് വിത്ത് ഹൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അത് അസോസിയേറ്റഡ് കൊളോയിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ചോദ്യം എങ്ങനെയാണ്? സോപ്പ് മിക്സ്ഡ് വിത്ത് വാട്ടർ ബിലോ ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ. ലോ കോൺസെൻട്രേഷനിൽ സോപ്പ് എങ്ങനെ ബിഹേവ് ചെയ്യും? ലോ കോൺസെൻട്രേഷനിൽ സോപ്പ് ബിഹേവ് ചെയ്യുന്നത് നോർമൽ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആണ്. വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക.
ഹൈ കോൺസെൻട്രേഷനിൽ അസോസിയേറ്റഡ് കൊളോയിഡ് അല്ലെങ്കിൽ മിസൽ ഫോമിലാണ് സോപ്പ് ബിഹേവ് ചെയ്യുന്നത്. ലോ കോൺസെൻട്രേഷനിൽ നോർമൽ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആയിട്ടാണ് സോപ്പ് ബിഹേവ് ചെയ്യുന്നത്. ക്വസ്റ്റനിൽ ശ്രദ്ധിക്കുക, ക്വസ്റ്റനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഹൈ കോൺസെൻട്രേഷൻ ആണോ ലോ കോൺസെൻട്രേഷൻ ആണോ എന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. അടുത്ത ചോദ്യം, substances which behave as normal electrolytes in solution at low concentration and exhibits colloidal properties at higher concentration are called. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സിന്റെ ക്വസ്റ്റ്യൻ ഫോം ആണിത്. Substances which behave as normal electrolytes in solution at low concentration and exhibits colloidal properties at higher concentration are called. Options: Option A lyophilic colloids, Option B lyophobic colloid, Option C macromolecular colloid, Option D associated colloid. Substances which behave as normal electrolytes in solution at low concentration and exhibits colloidal properties at higher concentration are called associated colloid. അടുത്ത ചോദ്യം, the formation of micelles take place only above. Options: Option A critical temperature, Option B Kraft temperature, Option C inversion temperature, Option D absolute temperature. The formation of micelles takes place only above. Answer: Kraft temperature. The formation of micelles takes place only above Kraft temperature. Points നോക്കാം. The formation of micelles takes place only above a particular temperature called Kraft temperature (TK) and above a particular concentration called critical micelle concentration (CMC). അടുത്ത ചോദ്യം, the critical micelle concentration (CMC) is defined as options: Option A the concentration at which micellization starts, Option B the concentration at which micelle starts behaving like an electrolyte, Option C the concentration at which dispersed phase is separated from dispersion medium, Option D the concentration at which a colloid is converted to suspension. The critical micelle concentration is defined as answer: the concentration at which micellization starts. The critical micelle concentration (CMC) is defined as the concentration at which micellization starts. അടുത്ത ചോദ്യം, the Brownian motion is due to. Options: Option A temperature fluctuation within the liquid phase, Option B attraction and repulsion between charges on the colloidal particles, Option C impact of molecules of the dispersion medium on the colloidal particles, Option D convective current. The Brownian motion is due to answer: impact of molecules of the dispersion medium on the colloidal particles. Brownian motion is due to the impact of molecules of the dispersion medium on the colloidal molecules. Extra points, Brownian movement. When colloidal solutions are viewed under a powerful ultra microscope, the colloidal particles appear to be in a state of continuous zigzag motion all over the field of view. This motion was first observed by the British botanist Robert Brown and is known as Brownian movement. This motion is independent of the nature of the colloid but depends on the size of the particles and viscosity of the solution. Smaller the size and lesser the viscosity, faster is the motion. Brownian movement ഒരു zigzag motion ആണ്. Brownian movement first observe ചെയ്തത് റോബർട്ട് ബ്രൗൺ. ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് Brownian movement. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. Brownian movement is independent of the nature of the colloid. Brownian movement depends on the size of the particle and viscosity of the solution. Brownian movement colloidന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Brownian movement ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈസ് ഓഫ് ദ പാർട്ടിക്കിളിനെയും സൊല്യൂഷൻ്റെ വിസ്കോസിറ്റിയാണ്. പാർട്ടിക്കിൾ സൈസ് സ്മോളും വിസ്കോസിറ്റി ലോ ആയാൽ ബ്രൗണിയൻ മോഷൻ ഈസ് ഫാസ്റ്റർ. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ്. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റനിൽ ക്വസ്റ്റൻ നന്നായിട്ട് വായിക്കുക, സ്റ്റേറ്റ്മെന്റ് വായിക്കുക, ഓപ്ഷൻസും ശ്രദ്ധയോടെ വായിക്കുക. ചോദ്യം, Tyndall effect is observed only when. Statement 1. The diameter of the dispersed particle is not much smaller than the wavelength of the light used. Statement 2. The refractive indices of dispersed phase and dispersion medium differ greatly in magnitude. Statement 3. The size of the particles is generally between 10 to 11 and 10 to 9 in diameter. Statement 4. The dispersed phase and dispersion medium can be seen separately in the system. Options: Option A 1 and 2, Option B 1 and 4, Option C 2 and 3, Option D 1 and 2. Tyndall effect is observed only when. Answer: Option D 1 and 2. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫസ്റ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Tyndall effect is observed only when the diameter of the dispersed particle is not much smaller than the wavelength of the light used. The refractive indices of dispersed phase and dispersion medium differ greatly in magnitude. ഈ പോയിന്റ്സ് ഒക്കെ NCERT ടെക്സ്റ്റിലെ പോയിന്റ്സ് ആണ്. നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത് NCERT ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ്.
ഇപ്പോൾ NCERT ടോപ്പിക് ബേസ് ക്ലാസ് ഒക്കെ ഉടനെ തന്നെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ് കറക്റ്റ് ആയിട്ട് ഇട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കിയത് കൊളോയിഡ്സ് എന്ന ടോപ്പിക്കിന്റെ പാർട്ട് 2 ക്ലാസ് ആണ്. ഇനി ഒരു പാർട്ടും കൂടെ ഉണ്ട്, പാർട്ട് 3 ക്ലാസ്സും കൂടെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പാർട്ട് 3 ക്ലാസ്സിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 3 ക്ലാസ്സിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടേബിൾ വൈസ് ക്ലാസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ധാരാളം സമയം എടുക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന് ലെങ്ത് കൂടുതലാവും. അതുകൊണ്ടാണ് അത് പാർട്ട് 3 ക്ലാസ് ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് കറക്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.